മാനേജ്മെന്റ് ഈ കാര്യത്തിൽ നിങ്ങളോട് ചർച്ച നടത്താൻ തയ്യാറാവുന്നില്ലേ? ഇതുവരെയ്ക്കും ഒരു തയ്യാറായിട്ടില്ല. ഇന്നൊരു ചർച്ച എന്ന പ്രഹസനത്തിന് വിളിച്ചിട്ട് അവർ നിങ്ങൾ തിരിച്ചു കയറും 60 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും മാനേജ്മെൻറ്റ് നിൽക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ സുതാര്യമാണ്. നമുക്ക് 1333 രൂപ ദിവസവേതനം എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവർ നഴ്സിംഗ് കെയറിന് വാങ്ങിക്കുന്ന കാശിൽ നിന്നും ഒരു 40% പോലും നമ്മൾ ഈ പറയുന്ന തുകയിലാവുന്നില്ല. അതുപോലും തരാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എത്ര രൂപയാണ് നഴ്സിംഗ് കെയർ എന്ന രീതിയിൽ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നത്? നഴ്സിംഗ് കെയർ എന്ന തുകയിൽ 3000 മുതൽ 6000 രൂപ വരെ ഒരു പേഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ അതിൻ്റെ 10% പോലും ഇപ്പോഴത്തെ ശമ്പളത്തിൽ തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഫീസ് വാങ്ങുന്നത്? അത് വാങ്ങുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള പൈസ മൊത്തം മാനേജ്മെൻറ്റിനാണ് കിട്ടുന്നത്. അത് എല്ലാ ഇപ്പോഴത്തെ ഒരു കേസ് ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ് ബില്ല് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത്രയധികം പൈസ നിങ്ങൾ വാങ്ങുന്നുണ്ടോ എന്ന് നഴ്സുമാരോടാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയാൻ നഴ്സുമാർക്ക് ആകുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി.